ഇന്ന് എനിക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചീര കൊണ്ടായാലോ? നമ്മൾ ചീര താളിപ്പും അതുപോലെ പരിപ്പിട്ട് കറിയൊക്കെ വെക്കാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ ചീരയിലൊന്ന് വെറൈറ്റി പിടിച്ചാലോ? അപ്പോൾ തയ്യാറാക്കിയാലോ? അതിനായിട്ട് ഞാൻ ഈ ചീര മുഴുവനും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ തണ്ടും കൂടി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 150 ഗ്രാം ചിക്കന് എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് വേണം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് വേണം. എരിവിനായിട്ട് 2 പച്ചമുളക് വേണം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ. ഒരു 8 അല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ നമുക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ? അതിനായിട്ട് ചിക്കന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് ഒരു 2 മിനിറ്റോടെ മാറ്റി വെക്കാം. ആ സമയം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മുഴുവനായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു മുറി തേങ്ങയാണ് ഇട്ടോ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും, അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ട് കൈവിടാതെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒരു വൈറ്റ് കളറായി മാറും. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ചിക്കനിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ചിക്കൻ വേവാനുള്ള വെള്ളം നമ്മൾ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. ചെറുതായിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്കാക്കി എടുക്കണം. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റും കൂടി നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. അതിനുശേഷം വീണ്ടും ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു വെള്ളമൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. കാരണം ഈ ചിക്കൻ ഇപ്പോൾ ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടാൽ ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാം. അതിനായിട്ട് ആദ്യം നമുക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കുക. വലിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചീരയുടെ തണ്ടാണല്ലോ. ചീരയുടെ തണ്ട് ഒന്നും കൂടി ചീരയുടെ ഇലയിനെക്കാട്ടി ഒന്നും കൂടി കുക്കാവാൻ സമയമെടുക്കില്ല. അപ്പോൾ ഉള്ളിയും ചീരയുടെ തണ്ടും അതുപോലെ ചിക്കനും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. അങ്ങനെ 1 മിനിറ്റ് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അമർത്തി വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം 1 മിനിറ്റ് ആയതിനു ശേഷം അടപ്പൊന്ന് തുറന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ആദ്യം 1 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ തണ്ടിന് കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചീരയുടെ തണ്ടൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ചീരയുടെ ഇല പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ, അപ്പോൾ തണ്ട് കുക്കാവാനാണ് കുറച്ച് സമയം എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ തണ്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതെല്ലാം കുക്കായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചീരയുടെ ഇല കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചീരയുടെ ഇല 2 ഭാഗമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അങ്ങനെ ചെയ്യണം. എന്താ പറഞ്ഞാൽ ഈ ചീര ചൂട് തട്ടുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ അമർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇളക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ചീര നന്നായിട്ട് അമർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ചീരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ അതിൽ ബാക്കി വന്ന ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല രീതിയിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം. 1 മിനിറ്റ് നന്നായി അടച്ച് വെച്ചാൽ തന്നെ ചീര നന്നായിട്ട് വാടിയിട്ടുണ്ടാവും കേട്ടോ.
അപ്പോൾ കണ്ടോ ചീര നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ചിക്കനും ചീരയും അതുപോലെ എല്ലാം കൂടി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ചിക്കനിൽ മാത്രമാണ് നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. ചീര ഇട്ട് കൊടുത്ത സമയത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഈ ചീരയുടെ ഇലയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപ്പ് പിടിക്കും. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്നും കൂടി നല്ല അടച്ചു വെക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ചീര പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് 1 മിനിറ്റും കൂടി വെച്ചാൽ കുക്കായി കിട്ടും. അപ്പോൾ അതാ ചീര അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ ചീരയുടെ കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്കുള്ള അരപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചീര 4 ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർക്ക് നമ്മൾ തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കുക. തേങ്ങ ചതച്ചത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ചീരയുടെ ഇല മൊത്തം കവർ ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങയിലുള്ള ചെറിയ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ വറ്റി കിട്ടും. നല്ല ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇത് 1 മിനിറ്റും കൂടി കുക്കാക്കിയെടുക്കണം കേട്ടോ. 1 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഇത് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ തേങ്ങ ഉള്ളിലാക്കിയിട്ട് നല്ല രീതിയിൽ അമർത്തി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിവിടെ തുറന്ന് നോക്കുന്നുണ്ട്. കണ്ടോ നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീരയിലെ ചിക്കൻ തോരൻ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ചീരയിലെ കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കട്ടോ. കുട്ടികൾക്കൊക്കെ ഇലക്കറികളൊക്കെ കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഇലക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാവുമ്പോൾ ഈ ചിക്കനും കൂടി കണ്ടാൽ തീർച്ചയായിട്ടും കഴിക്കും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഇപ്പോൾ കണ്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഉപ്പും എല്ലാതും ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാതും കൃത്യമാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കട്ടോ. അടിപൊളി ചീരയിലെ ചിക്കൻ തോരൻ റെഡിയായില്ലേ? വളരെ സിമ്പിളല്ലേ ഈ ഇലത്തോരൻ ഉണ്ടാക്കാൻ? അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇങ്ങനെ ചീരയില ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.